നമസ്കാരം. പന്നിക്കാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് സന്തോഷ് കുമാറിന്റെ വീട്ടിന്റെ അടുത്താണ്. മരിച്ചുപോയ അമ്മയെ സന്തോഷ് കുമാർ അടിച്ചു എന്നാണ് പറയുന്നത്. പല സോഷ്യൽ മീഡിയയിലും വളച്ചൊടിച്ച് വാർത്തകൾ കൊടുത്തു. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന്റെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാരാണ് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം. 5 വർഷം മുമ്പ് മരിച്ച അമ്മ, അതായത് 5 വർഷം മുമ്പ് മരിച്ച അമ്മ, കൊറോണ സമയത്താണ് മരിക്കുന്നത്. കൊറോണ സമയത്ത് മരിച്ച അമ്മയെ ഇന്നലെ രാത്രി മെനങ്ങാ രാത്രി അടിപിടി ഉണ്ടായപ്പം അമ്മയെ വീണ്ടും മർദ്ദിച്ച്, അച്ഛനെ മർദ്ദിച്ച്, സഹോദരനെ മർദ്ദിച്ചപ്പം ഇവരെ സന്തോഷ് മർദ്ദിക്കാൻ ഇവര് അങ്ങോട്ട് തിരിച്ച് മർദ്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ അടിപിടിയായിട്ട് മാറിയായിരുന്നു. എനിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടപ്പോ. മോശമായിട്ടുള്ള ഒരു വാർത്ത എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിപ്പോ. ഞങ്ങൾ എല്ലാവരും അപ്പൊ ആ രാത്രി തന്നെ പറയുകയും ചെയ്തു. കാരണം വെച്ചാൽ സന്തോഷം അങ്ങനെ ഒരാളല്ല, ഇച്ചിരി കുഴപ്പമുള്ള ആളാണ്. പക്ഷെ എങ്കിലും അങ്ങനെ ആരെയും ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ആ അമ്മ മരണപ്പെട്ടിട്ട് 5 വർഷമായി. ആ അമ്മയാ ഇന്നലെ രാത്രി അടിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ഞങ്ങൾ അന്നേരം അത് ഇവിടെ പറയുകയും ചെയ്ത്. പിന്നെ ചാനലുകാരെ വിളിച്ച് രാത്രി ആ നമ്പർ വിളിച്ചിട്ട് അവരെടുത്തില്ല. എന്റെ വീട്ടിൽ വന്നിരുന്ന ഇതെല്ലാം ചോദിച്ചുകൊണ്ട് പോയത്. അതിനുശേഷമാണ് എനിക്കത് ഞങ്ങൾ 2-3 പേര് പറഞ്ഞു കൊടുത്തത്. അത് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ രാത്രി തന്നെ അത് അറിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. വളച്ചൊടിച്ച് ന്യൂസിന് വേണ്ടിട്ട് ഇങ്ങനെ ഒന്നും കൊടുക്കാൻ മോള് പറഞ്ഞ രീതിയിലേ ഉള്ളു ഞങ്ങൾക്കും പറയാനുള്ളത്. അല്ലാതെ മറ്റു രീതിയിൽ ഒരു കാര്യവും അതിന്റെ ഭാഗത്തുനിന്നില്ല. പുള്ളിക്കാരി യാതൊരു വിധമായിട്ടുള്ള ശല്യം നാട്ടുകാർക്ക് ആർക്കും ഒരു അവര് വളരെ സൈലന്റ് ആയിരുന്നു. അങ്ങനൊന്നും പ്രശ്നക്കാരൊന്നും അല്ലായിരുന്നു. അവരെ പറ്റി നമുക്ക് മോശം അഭിപ്രായങ്ങളൊന്നും ഇല്ല. ചേട്ടൻ ആരായിട്ട് പൊതുവെ സംസാരിക്കത്തില്ല. രാവിലെ പണിക്ക് വൈകിട്ട് രാത്രി വരും. പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ഇന്നലെ എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കറിയാം. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. നമ്മളെ ആശുപത്രി കൊണ്ടുപോകാൻ വിളിക്കുമ്പോൾ പോലും പുള്ളി ഒന്നും വണ്ടിക്കകത്ത് ഇറങ്ങുള്ളൂ. ഇവർ അച്ഛനൊക്കെ വരുമ്പോഴത്തേനും അയാളെ ഉപദ്രവിച്ചും നമ്മളെ ഏരിയ കൊണ്ടുപോകുന്നത്. ഭയങ്കര പ്രശ്നമായി വിഷയമാണ്. ഇപ്പം ഈ മരിച്ചുപോയ സന്തോഷ് കുമാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവൻ ഒരു പാമ്പ് പിടിച്ച ഒരു ചെറുക്കനായിരുന്നു. ഞാൻ ഈ അപ്പുറത്തെ വീട്ടിലെ പണിയുണ്ട്. അത് രാവിലെ അവിടെ വരും. അവിടെ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്റെ ഓരോ പണിസാരം എടുത്തിട്ട് ഒന്ന് കട്ടിംഗ് മെഷീൻ എടുത്ത് കട്ട് ചെയ്ത് എന്ന് വെച്ചാൽ കട്ട് ചെയ്തപ്പോ മറ്റേ മെയിൻ അങ്ങ് ഓഫ് ആക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ചിലപ്പോ ഈ കട്ടിങ് ശരിയാവത്തില്ല. പിന്നെ ആ ടൈല് കട്ട് ചെയ്യുന്ന ആളാ. എന്നാലും ഈ മെഷീൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ മെയിൻ അങ്ങ് ഓഫ് ആയി. പിന്നെ പശ എടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കളിപ്പാട്ടം ഉണ്ടാക്കുവാന്ന് പറഞ്ഞു. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആള് സ്റ്റൈലന്റാ. പിന്നെ അവിടെ ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ വന്ന് കിടന്ന് ഫാൻ ഇട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീണ്ടും എന്റെ അടിക്കാൻ വരും. എന്നിട്ട് അവിടെ വരും. പുള്ളിക്കാരന് നാട്ടുകാർക്ക് ആർക്കും ഒരു ശല്യം, ആർക്കും ഉപദ്രവ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഇവിടെ വന്ന് തൊട്ടടുത്തുള്ള കടകളൊക്കെ തിരക്കിയപ്പോഴും ആ കടയിലെ ആ ഒരു ചേട്ടനും പറയുന്നത് അദ്ദേഹത്തിന് വിശക്കുന്നോ അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും വെള്ളമോ ഒരു കേക്കോ എടുത്തോണ്ട് പോയി ആ മൂലയ്ക്ക് കൊണ്ടുവരുന്ന കഴിക്കും. യാതൊരു വിധമായിട്ടുള്ള പിന്നെ കടമെടുത്താലും പുള്ളിക്കാരൻ പിന്നെ വന്ന കറക്റ്റ് കണക്ക് പറഞ്ഞ പൈസ തിരിച്ചു കൊടുക്കുമെന്നും ആ കടക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്.